ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എനിക്ക് സുഖമാണ്. ദേ, ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞാൻ ഒരുപാട് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ഫ്രണ്ട് സൂറിൽ പോയിട്ട് വന്നപ്പം എനിക്ക് കൊണ്ടു തന്ന മാങ്ങയാണ്. അവർ വരുന്നത് വഴിക്ക് മാവിൽ നിന്നും പറിച്ചെടുത്തുകൊണ്ട് തന്ന മാങ്ങയാണ്. കൊണ്ടു തന്നിട്ട് 2 ദിവസമായി. എനിക്ക് ഇപ്പോഴാണ് ടൈം കിട്ടിയത്. അതിൽ നിന്ന് ഞാൻ കുറച്ച് മാങ്ങ, നല്ല മാങ്ങയൊക്കെ കൂടെ തിരിഞ്ഞ് മാറ്റിയിട്ട് അതിൽ നിന്നും 4 മാങ്ങ എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ലതുപോലെ കഴുകിയ മാങ്ങയെ നേരിയതായിട്ട് ഇതുപോലെ പുളിയെടുക്കണം. നല്ല പുളിയുള്ള മാങ്ങയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊലിയുണ്ടല്ലോ, ഒരുപാട് കട്ടിയില്ല, എങ്കിലും ഉറച്ച മാങ്ങയാണ്. ഇതുപോലെ പുളി എടുക്കണം. എല്ലാ മാങ്ങയും ഇതുപോലെ, ഈ 4 എടുത്തു വച്ചിരുന്ന 4 മാങ്ങയും ഞാൻ ഇതുപോലെ തന്നെ പുളി എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനി ഈ മാങ്ങയെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. ഒരുപാട് ചെറുതുമല്ല, ഒരുപാട് വലുതുമല്ല. ദേ, ഈ ഒരു പാകത്തിന് മുറിച്ചെടുക്കാം. അപ്പോൾ മാങ്ങയെല്ലാം വൃത്തിയായി കഴുകി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഇത്രയും ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ 3 വെളുത്തുള്ളി, 3 വലിയ വെളുത്തുള്ളിയാണ്. പച്ചമുളക് ഇതുപോലെ വട്ടം അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 കതിർപ്പ് കറിവേപ്പില, ഒരു നുള്ളു കായം. ദേ, വെളുത്തുള്ളി ഇതുപോലെ ഞാൻ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. അപ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കും. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഉലുവയെ ചേർത്ത് കൊടുക്കും. ഉലുവയും പൊട്ടട്ടെ. അപ്പോഴേക്കും ചതച്ച് വച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഒരുപാട് മൂക്കണ്ട, മൂത്ത് പോയാൽ അതിൻ്റെ രുചി വേറെയായി പോകും. പച്ചമണം മാറി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്നിച്ചിട്ട് വഴറ്റും. തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വഴണ്ടതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കണം. ഇനി കറിവേപ്പില ഇട്ട് വഴറ്റി ഇറക്കി മാറ്റി വയ്ക്കും. ഇനിയൊരു ചെറിയൊരു മൺകലത്തിലേക്ക് നമുക്ക് ഈ അരപ്പിനെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നുറുക്കി വച്ചിരിക്കുന്ന മാങ്ങയെല്ലാം ഇട്ട് കൊടുക്കും. ഇത് മൺകലത്തിൽ തയ്യാറായി വരുമ്പോഴാണ് നല്ല രുചി. ചൂടാറി വരുമ്പോൾ നല്ല കുറുകനെയുള്ള കറിയായി കിട്ടും. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴും തീ കത്തിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. തീ കത്തിച്ച് കൊടുക്കുമ്പോൾ പറയാം. ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ഗ്ലാസ് വെള്ളം. ഇനി 1 ടേബിൾ സ്പൂൺ ഉപ്പ്. ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടെ ഇളക്കി മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് വരട്ടെ. മാങ്ങയൊക്കെ നല്ലതുപോലെ തിളച്ച് ആ ചേർത്ത് കൊടുത്ത വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട്. ഇനി ഒരു മീഡിയം തീയിലിട്ട് ഇതിനെ നമുക്കൊന്നുകൂടെ വേവിച്ചെടുക്കണം. അപ്പോഴേക്കും ഞാൻ ഒരച്ച് ശർക്കര നല്ലതുപോലെ ഉരുക്കി കുറുക്കി അരിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ. ഇനി അത് ഈ വെന്ത് വന്ന മാങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാങ്ങയൊന്നും ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ. ഉടയാത്ത സൈസ് മാങ്ങ വേണം നമ്മൾ ഈ കറിക്ക് ഉപയോഗിക്കാൻ. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേവിക്കാം. ഇനി ഇതിലേക്ക് വീണ്ടും നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കും. മീഡിയം തീയിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഇട്ടിരിക്കുന്നത്. കറിച്ചട്ടി ആയതുകൊണ്ട് ഇതിങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പാനിലൊക്കെ വെക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് പറയാം, പെട്ടെന്ന് തന്നെ പൊടിയെല്ലാം കരിഞ്ഞ്
അത് കറക്റ്റ് പാകമാകത്തില്ല. കറിച്ചട്ടി ആകുമ്പം നേരിയ ചൂട് നമ്മൾ കൂട്ടിയും കുറച്ചും കൊടുക്കുമ്പോഴും അതിനകത്ത് അതിൻ്റേതായ ഒരു പാകത്തിന് വെന്ത് വറ്റി വന്നോളൂ. കുറച്ചുകൂടി നല്ലതുപോലെ ഒന്ന് വറ്റി കിട്ടണം, അതായത് കുറുകണം. ഇത് തണുക്കും തോറുമാണ് കുറുകി വരുന്നത്. ഒരുപാട് കുറുകുന്നതിന് മുമ്പ് നമ്മൾ ഇറക്കും, ഇല്ലെങ്കിലുണ്ടല്ലോ ഭയങ്കര കട്ടയായിപ്പോവും. അങ്ങനെ ദേ ഇവിടെ നല്ല അടിപൊളി സ്വാദിഷ്ടമായ മധുരമാങ്ങ കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും വെറുതെ കഴിക്കാനാണെങ്കിലും വളരെ വളരെ രസമാണ്. എനിക്കിത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് നാളെ ആകുമ്പോൾ ഒന്നുകൂടെ കട്ടിയാവും. പിന്നെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.